പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും യാത്ര പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതെ, നമ്മളെല്ലാവരും ചേർന്നിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാൻ പോവുക, അല്ലാതെ അവാർഡ് സിനിമ പോലും ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെയൊക്കെ കൂട്ടി ഞാൻ യാത്ര പോകുന്നത്. കളിയും ചിരിയും പാട്ടുമില്ലാതെ എന്താഘോഷം, അടിച്ചു പൊളിക്ക മക്കളെ എന്നിങ്ങനെ അച്ചമ്മ പറയാണ്. അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടുന്നില്ലട്ടോ. വേദക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല ആവേശമുണ്ടെങ്കിൽ പോലും നന്ദിനി ഇങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കണേ. വേദ ഇങ്ങനെ ശ്രീജയെ വിളിക്കുന്നൊരു വാ ഏട്ടത്തി നമുക്ക് കളിക്കാമെന്ന് പറയുന്ന സമയത്തിന് ശ്രീജ ഇങ്ങനെ വരാനൊരുങ്ങും. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, മോള് കളിക്ക് മോളെ എന്ന് പറയും. അപ്പോൾ വേദ ഇങ്ങനെ പാട്ടിനടുത്ത് ഇങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങും. എന്നാൽ അത്ര നേരം വരെ യാതൊരു താല്പര്യമില്ലാത്ത വിക്രം പോലും വേദയുടെ ഡാൻസും കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. വേദ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിനും വേദയുടെ കൂടെ ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. എന്നിട്ട് വേദയെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തിന് കമലമ്മ ഇതെല്ലാം കണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയിട്ട് അവളുടെ കൂടെ കളിക്കുക എന്ന് പറയും. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കട്ടോ. എന്നിട്ട് കമലമ്മയും മാഷും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അവരെ മൈൻഡ് പോലും ചെയ്യാതെ വിക്രം ഏതായാലും വേദയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. അങ്ങനെ പിന്നീട് അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ അടിച്ചു പൊളിച്ച് പാട്ടും ഡാൻസും കൂത്തുമായിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടായിരിക്കട്ടെ യാത്ര ചെയ്യുന്നത്. എന്നാൽ നന്ദിനി കുറേ നേരം പിടിച്ചു നിന്നെങ്കിലും അവരൊക്കെ ഡാൻസ് കാണുന്ന സമയത്തിന് നന്ദിനിക്കും അവരുടെ കൂടെ കളിക്കാൻ കൊതി തോന്നുന്നുണ്ടെന്ന് മാത്രമല്ല നന്ദിനി എഴുന്നേറ്റ് അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ചിങ്ങനെ ആഘോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. കുറേ ദൂരം പോയതിനു ശേഷം അവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വന്ന് ഇറങ്ങുന്നുണ്ട്. ശ്രീജ ആയിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത്. വിക്രം ആഹാരം കഴിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ മാറിപ്പോയിരുന്ന് കഴിക്കുമായിരിക്കും. വേദയുടെ അടുത്തിരുന്നു കൊണ്ടായിരിക്കും അച്ചമ്മ ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്തിന് അച്ചമ്മ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താണ് ഒറ്റയ്ക്ക് പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? നീ മോളുടെ അടുത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, വേണ്ട അച്ചമ്മ ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പാത്രം മടക്കി വെക്കാട്ടോ. അന്നേരം അച്ചമ്മ വേദയോടായിട്ട് പറഞ്ഞിട്ട്, ഇവനൊക്കെ എന്തിനു കൊള്ളാം അല്ലേ മോളെ, ഇനി നീ നോക്കിക്കോ, നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇവൻ ഇങ്ങനെയല്ല പുതിയൊരു വിക്രമായിട്ടായിരിക്കും മടങ്ങുന്നത്. മോൾ ഇനി പുതിയ വിക്രമിനായിരിക്കും കാണാൻ പോകുന്നത് എന്നിങ്ങനെ ഒരു അർത്ഥം വെച്ച് പറഞ്ഞു കൊടുത്തിട്ട് അച്ചമ്മങ്ങ് ചിരിക്കാണ്. അപ്പോഴേക്കും കമലമ്മക്ക് കാര്യം മനസ്സിലായിട്ട് കമലമ്മയും ചിരിക്കുന്നുണ്ട്. അച്ചമ്മ ചിരിച്ചുകൊണ്ട് കമലത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് ഗൗരവത്തോടെ തന്നെ ഇരിക്കാട്ടോ, ഇഷ്ടപ്പെടാതെ. വിനായകനും നന്ദിനി കൂടി ഒഴിഞ്ഞു മാറിയിരുന്നു കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ മാഷിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ടായിരിക്കട്ടെ വിഷവും അതുപോലെ ശ്രീജയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. ശ്രീജയോടായിട്ട് വിഷം ചോദിക്കുന്നുണ്ട്, 2 ഇഡ്ഡലിയും കൂടി താ ശ്രീജയെ. അന്നേരം ഇത് കേട്ട് അച്ചമ്മ പറഞ്ഞിട്ട്, എടാ നീ ഇങ്ങനെ നിർത്താതെ ആഹാരം കഴിച്ചാൽ നീ അങ്ങ് പൊണ്ണത്തടിയനാവേ ഉള്ളൂ. നീ വിക്രമിനെ കണ്ടു പഠിക്ക്, അവൻ്റെ ശരീരം കണ്ടോ, അവൻ നല്ല സ്ലിം ബോഡിയാണ്. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം പയ്യെ വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും മൈൻഡ് കൈ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവാൻ നോക്കട്ടോ. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, ഇത് നല്ല സ്ഥലമല്ലേ, കൊള്ളാവുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാം, വാ മക്കളെ ഇങ്ങ് അടുത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അച്ചമ്മ എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു കൂട്ടും. ആ ഒരു സ്റ്റേജിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ടതിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഡാൻസ് മത്സരമായാലോ? ഞാനും വിക്രമും നന്ദിനിയും വിനായകനൊക്കെ ഒരു ടീം, ബാക്കിയുള്ളവരെല്ലാം തന്നെ മറ്റൊരു ടീം. ഞങ്ങൾ പറയുന്ന പാട്ടിന് നിങ്ങൾ ഡാൻസ് കളിക്കണം. ആരാണോ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് അവർക്ക് ഫസ്റ്റ്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്കും സമ്മാനം കിട്ടാൻ പോകുന്നത് എന്നിങ്ങനെ അച്ചമ്മ പറയുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും. എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരിക്കും. വിക്രമിന് ഇത് കേൾക്കുന്ന സമയത്തിന്റെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല. പക്ഷേ എല്ലാവരും സന്തോഷത്തിലാവുന്ന സമയത്തിന് വിക്രം അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മാഷ് ഒന്നും മിണ്ടാതെ ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ടായിട്ട് അച്ചമ്മ വിളിക്കാട്ടോ, നമ്മുടെ ടീമിൽ നിന്ന് വിശ്വൻ, നിങ്ങളുടെ ടീമിൽ നിന്നും ശ്രീജയും കളിക്കട്ടെ എന്ന് പറയും. അങ്ങനെ വിശ്വനും ശ്രീജയും കൂടി നിന്ന് ഡാൻസൊക്കെ കളിക്കുന്ന സമയത്തിന് എല്ലാവരും അത് ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവരവിടെ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും വിക്രത്തിന്റെ നോട്ടം നേരെ വേദയിലേക്കായിരിക്കും. വേദ അത് ആസ്വദിക്കുന്നത് നോക്കിയിരിക്കാട്ടോ വിക്രം. എന്നിട്ട് വിക്രത്തിന്റെ മുഖത്ത് ചെറുതായിട്ടൊരു പുഞ്ചിരിയൊക്കെ വിടരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കൂടെ വിക്രം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് വേദ കാണുന്നത്. എന്നിട്ട് എന്താണെന്നിങ്ങനെ കണ്ണോട് കാണിക്കുന്ന സമയത്തിന്റെ വിക്രം ഒന്നും അറിയാത്തതുപോലെ താഴേക്ക് നോക്കിയിരിക്കും. എന്നാൽ വിക്രം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നാണത്തോടെ ഇങ്ങനെ ചിരിക്കായിരിക്കട്ടെ വിക്രം. എല്ലാവരും മുത്തശ്ശിങ്ങനെ വിളിക്കുന്നതനുസരിച്ച് ജോഡികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വിക്രം വരുന്നില്ലല്ലോ എന്നാണ് വേദ ചിന്തിക്കുന്നത്. അങ്ങനെ അച്ചമ്മ ഡാൻസ് കളിക്കാൻ വിളിക്കുന്ന സമയത്തിന് വിക്രം വരുന്നില്ല. വിക്രത്തിനോട് അച്ചമ്മ ചോദിക്കുന്നത്, എന്താടാ നിനക്ക് നാണാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയും, എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല അച്ചമ്മേ, എന്നെ ഏതായാലും ഇതിനൊന്നും നിർബന്ധിക്കണ്ടെന്ന് പറയും. അപ്പോൾ അച്ചമ്മ പറഞ്ഞിട്ട്, എൻ്റെ മോളുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മ വേദയുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നാൽ വേദ അതിഗംഭീരമായിട്ട് അച്ചമ്മയുടെ കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രം വേദയെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുമായിരിക്കും. വേദ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്തിന് നന്ദിനിക്ക് വേദയോട് ഭയങ്കര അസൂയും കുശുമ്പൊക്കെ കൂടി വരും. വേദയുടെ ഡാൻസ് കണ്ട് വിനായകൻ ഇങ്ങനെ നന്ദിനിയോട് പറഞ്ഞിട്ട്, വേദ കളിച്ച ഡാൻസ് സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വിനായകനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ്. എന്നാൽ വേദയുടെ ഡാൻസ് കണ്ടുകൊണ്ടതിന് അച്ചമ്മ പറയുന്നുണ്ട്, എന്നാലും മോൾ ഇത്ര നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നോ?
ഈ കഴിവൊക്കെ മോള് എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നത് അത് പിന്നെ അച്ഛമ്മേ സ്കൂളിനും കോളേജിലൊക്കെ ഞാൻ കലാതിലകമായിരുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ഒരു അത്ഭുതത്തോടു കൂടിയായിരിക്കട്ടെ വിക്രം അങ്ങനെ വേദയെ നോക്കുന്നത്. വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം ഒരു പുച്ഛഭാവത്തോടു കൂടിയായിരിക്കും വേദയെ നോക്കുന്നത്. അങ്ങനെ അവരുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മ പിന്നെ വിനായകനെയും നന്ദിനെയും വിളിക്കാട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവർ രണ്ടുപേരും ഇങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് കാണുന്ന സമയത്തിന് എല്ലാവരും അങ്ങ് ചിരിക്കും. അറിയാതെയാണെങ്കിലും വിക്രം അങ്ങ് പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ആ ഒരു യാത്രയൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. വിക്രത്തിന്റെ മുഖത്ത് വിരരുന്ന ആ ഒരു സന്തോഷമെല്ലാം തന്നെ മാറി നിന്ന് കമല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് മാഷും കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛമ്മ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായി ഡാൻസ് കളിച്ചത് വേദമോളാണ്. അതുകൊണ്ട് ഈ സമ്മാനം ഞാൻ എൻ്റെ വേദമോൾക്ക് കൊടുക്കുക. മുത്തശ്ശിയുടെ കയ്യിലിരുന്ന ഒരു ഗോൾഡൻ റിംഗ് ആയിരിക്കട്ടെ വേദയ്ക്ക് സമ്മാനമായിട്ട് മുത്തശ്ശി ഊരി കൊടുക്കുന്നത്. ഇത് കാണുന്ന സമയത്തിന് അസൂയയോട് കൂടിയായിരിക്കും വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നത്. ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ നന്ദിനി ഇങ്ങനെ കുശുമ്പോട് കൂടിയായിരിക്കും നോക്കുന്നത്. അത് കഴിഞ്ഞ് അച്ഛമ്മ പറഞ്ഞിട്ട് ഇനി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ചേർന്നൊരു ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടായിരിക്കട്ടെ അച്ഛമ്മ പിന്നെ ഡാൻസ് കളിക്കുന്നത്. എല്ലാവരും ഡാൻസ് കളിക്കുന്ന സമയത്തിന് മാഷിങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് മസിലും പിടിച്ച് നിൽക്കുമായിരിക്കും. ആ സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അല്ല ഈ സുധാകരൻ മാത്രം എന്താ ഇങ്ങനെ നിൽക്കുന്നത്? കമലം നീ അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് പറയും. അങ്ങനെ കമലമ്മേൻ്റെ അടുത്തേക്ക് മാഷെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുതന്നെ സുധാകരൻ മാഷെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ നിർബന്ധപ്രകാരമാണെങ്കിലും എല്ലാം മറന്നു കൊടുത്തിന് മാഷും അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ കളിച്ച് ചിരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ ആ ഒരു ചെറിയ ആഘോഷത്തിനൊക്കെ ശേഷമായിരിക്കട്ടെ തിരിച്ചവരിങ്ങനെ അമ്പലത്തിലേക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എല്ലാവരും നേരെ അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുന്ന സമയത്തിന് വിക്രം മാത്രം അവിടെ നിന്നങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്തിനെ കമലമ്മ പറയും അയ്യോ ഇവിടെ ഒന്നും വിക്രമിനെ കണ്ടില്ലല്ലോ എന്ന് പറയും. ആ സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട് വിക്രം ചിലപ്പോൾ പുറത്ത് കാണും. വേദമോളെ നീ പോയിട്ട് അവനെ കൂട്ടിയിട്ട് വാ. അച്ഛമ്മയുടെ വാക്ക് കേട്ടുകൊണ്ടതിന് വേദ വിക്രമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. വിക്രമിനെ കണ്ടുകൊണ്ടതിന് വേദ പറയും നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താ ടെൻഷനാണോ? അതെ ഇന്ന് നമ്മുടെ രണ്ടുപേരെയും ശരിക്കുള്ള കല്യാണമാണ്. അന്ന് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അത് ശരിക്കും മനസ്സിൽ ദേഷ്യവും വാശിയൊക്കെ വെച്ചിട്ടല്ലേ? ഇപ്പം നിങ്ങൾ ഈ ക്ഷേത്രനടയിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്തിന് അതെല്ലാം തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടാവണേ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നത് എടി ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ, എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ഹോ ഈ അച്ഛമ്മയുടെ ഓരോ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് വിക്രം ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് അതെ അന്ന് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്തിന് എൻ്റെ മനസ്സ് നിശ്ചലമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും ഭഗവാനോട് പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്ഷേത്രനടയിൽ നിൽക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്തിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥന മാത്രമായിരിക്കും. എന്നാൽ വേദയുടെ വാക്കെല്ലാം കേട്ടിട്ട് വേദയുടെ മനസ്സിൽ തന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടതിന് വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കുന്ന സമയത്തായിരിക്കും അച്ഛമ്മ വീണ്ടും രണ്ടുപേരെയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നത്. വിക്രമും വേദയെ നേരെ അമ്പലനടയിലേക്ക് പോകുന്ന സമയത്തിന് പൂജാരി ആ ഒരു പൂജിച്ച ചിരടൊക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും അമ്പലനടയിൽ വെച്ച് രണ്ടുപേരും പരസ്പരം മാല കൈമാറുന്നുണ്ട്. വേദ വിക്രമിൻ്റെ കഴുത്തിൽ പൂമാലയിടും. അതിനുശേഷം വിക്രം വേദയുടെ കഴുത്തിലും പൂമാലയിടും. ആ സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട് ഭഗവാനോട് അനുഗ്രഹം വാങ്ങിക്കും മക്കളെ. അപ്പോൾ വിക്രവും വേദയും ഭഗവാനെ നോക്കിയിട്ട് തൊഴുന്നുണ്ട്. ക്ഷേത്രനടയിൽ വെച്ച് നന്ദിനിയോട് വേദയുടെ കാല് കഴുകി കൊടുക്കാൻ പറയുന്ന സമയത്തിന് നന്ദിനി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ അച്ഛമ്മ ദേഷ്യപ്പെടാണ് ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ നന്ദിനി, കാല് കഴുകി നിലവിളക്കും കൊടുത്തുകൊണ്ടതിന് അകത്തേക്ക് കയറണം. അങ്ങനെയാണ് ചടങ്ങ്. അതുകൊണ്ട് സമയം കളയാതെ ഞാൻ പറഞ്ഞത് നീ ചെയ്യാൻ നോക്ക്. എന്നാൽ ഇത് കേട്ട് അച്ഛമ്മയുടെ വാക്ക് കേട്ട് മറ്റ് നിവൃത്തിയില്ലാതെ ആയിരിക്കും നന്ദിനി ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നന്ദിനി വന്നിട്ട് വേദയെ ഇങ്ങനെ ദേഷ്യത്തിൽ തുറപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ കാല് കാണിച്ചു കൊടുക്കും. കാലൊക്കെ കഴുകിയിട്ട് നന്ദിനി ഇങ്ങനെ വേദയെ ദേഷ്യപ്പെട്ട് നോക്കുന്ന സമയത്തിന് നിലവിളക്കും കൊടുത്ത സമയത്തന്നെ വേദ ഏതായാലും അകത്തേക്ക് കയറി ചെല്ലും. എന്നാൽ ഈ ഒരു കാഴ്ച എല്ലാം തന്നെ കൺകുളിർക്കെ കണ്ടു നിൽക്കുമായിരിക്കട്ടെ കമലമ്മ. അച്ഛമ്മ ഏതായാലും വേദയെ കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് വിക്രമിനെ വേദയുടെ തൊട്ടടുത്തായിട്ട് പിടിച്ചു നിർത്തും. എന്നിട്ട് ശ്രീജിയോട് പറഞ്ഞിട്ട് ശ്രീജി നീ പോയിട്ട് പായസം എടുത്തുകൊണ്ട് വാ, രണ്ടുപേർക്കും മധുരം കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. ഇത് കേട്ട് ശ്രീജി ഏതായാലും അകത്തേക്ക് പോയിട്ട് പായസം എടുത്തുകൊണ്ട് വരും. ഈ ഒരു കാഴ്ചയെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വേദ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കുന്ന സമയത്തിന് വേദ നാണത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കട്ടെ വിക്രത്തിനെ നോക്കുന്നത്. ആദ്യം തന്നെ അച്ഛമ്മ വായിൽ പായസം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് എടാ സുധാകര നീ ഈ പായസം വായിൽ വെച്ച് കൊടുക്കുമെന്ന് പറയും. ഇത് കേട്ട് സുധാകരൻ മാഷ് പായസം വാങ്ങിയിട്ട് രണ്ടുപേരെയും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് വിക്രം ഇങ്ങനെ മാഷിനെ നോക്കുമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദിനി ആയിരിക്കട്ടെ രണ്ടുപേർക്കും പായസം കൊടുക്കുന്നത്. പായസം കൊടുക്കുന്ന സമയത്തിന് നന്ദിനി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും വേദയെ ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ നിന്റെ കാൽ എന്നെ കൊണ്ട് കഴുകിപ്പിച്ചില്ലേ എന്നിങ്ങനെ നന്ദിനി ദേഷ്യത്തിൽ മനസ്സിൽ പറയൂ. നന്ദിനി പായസം കൊടുത്തതിന് ശേഷം ശ്രീജി വന്നിട്ട് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി പായസം കൊടുക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് പായസം കൊടുക്കും. അതിനുശേഷം വിക്രമിനെയും വേദയും അടുത്തിരുത്തിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കും.
രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് അച്ചമ്മ അങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, നീ മോൾക്ക് വായിൽ വാരി വെച്ച് കൊടുക്കുമെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. വേദിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യമാണ് വരുന്നത്. വിക്രം പയ്യെ ഇങ്ങനെ മാഷിനെയും കമലമ്മയും ഒന്ന് നോക്കിയതിനു ശേഷം ഏതായാലും ഒരു ഉരുട്ട ഒട്ടിയതിനു ശേഷം വേദിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ വേദ അത് വളരെയധികം സന്തോഷത്തോടു കൂടി ആസ്വദിച്ചു കൊണ്ടായിരിക്കും കഴിക്കുന്നത്. എന്നാൽ വിക്രം ഭയങ്കര ദേഷ്യത്തോടു കൂടി ആയിരിക്കട്ടെ വേദയെ നോക്കുന്നത്. അങ്ങനെ ആഹാരം കഴിച്ചതിന് ശേഷം എല്ലാവരും മുറിയിലേക്കൊക്കെ കയറി പോവും. കമലമ്മ അങ്ങനെ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷെ നമ്മൾ ഈ കാണുന്നതൊക്കെ ശരിക്കും സ്വപ്നമാണോ? ഇന്ന് നമ്മളെല്ലാവരും എത്രമാത്രം സന്തോഷിച്ച് ആഘോഷിച്ചു, മതിമറന്ന് നമ്മൾ എത്രമാത്രം ആനന്ദിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, താൻ പറഞ്ഞത് ശരിയാടോ, ഞാൻ പോലും മനം മറന്ന് ഒത്തിരിയധികം ആസ്വദിച്ചു, ഒത്തിരിയധികം സന്തോഷിച്ചു. പക്ഷേ സത്യം എന്താണ് എന്ന കാര്യം അമ്മ അറിഞ്ഞാലുള്ളതിനെ പറ്റിയിട്ട് നീ ചിന്തിച്ചിട്ടുണ്ടോ? അന്നേരം കമലമ്മ പറഞ്ഞിട്ട്, മാഷിനോട് ഞാനൊരു സത്യം പറയട്ടെ, അപ്പോൾ എന്താന്ന് ചോദിക്കട്ടെ മാഷേ? അത് പിന്നെ മാഷേ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ സത്യങ്ങളും ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സത്യം അതേപോലെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമ്മ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് അമ്മ നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പറയട്ടെ കമലമ്മ. ആ സമയത്തിന് മാഷിനങ്ങ് വല്ലാതാവും. എന്നിട്ട് ചോദിക്കുന്നൊരു, താൻ എന്ത് പണിയാടോ ഈ കാണിച്ചത്? ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണ് എന്ന കാര്യം താനൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട്, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല മാഷെ. പക്ഷേ വിക്രവും വേദയും എന്നും ഇങ്ങനെ അകന്നു നിൽക്കാനൊന്നും പറ്റില്ല. അവർ തമ്മിൽ അടുക്കണം. വിക്രമിനെ മാറ്റിയെടുക്കാൻ വേദമോൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അച്ചമ്മ വന്നിട്ട് ഇങ്ങനെ കതക് മുട്ടുന്നത്. കമലമ്മ പോയിട്ട് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, അതെ ഇന്ന് വിക്രമിൻ്റെയും വേദയുടെയും ആദ്യ രാത്രിയാണ്, അതുകൊണ്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കമലം ഇങ്ങ് വാ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ കമലമ്മയും കൂട്ടിയിട്ട് പോവും. അടുക്കള വെച്ച് ശ്രീജ അവർക്ക് വേണ്ടിയിട്ട് പാല് കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നന്ദിനി അടുത്ത് നിൽക്കുന്നുണ്ടാവും. ഈ സമയത്തായിട്ട് കമലമ്മയും കൂട്ടിക്കൊണ്ട് തന്നെ അച്ചമ്മ അടുക്കളയിലേക്ക് ചെല്ലുന്നത്. അച്ചമ്മ പറഞ്ഞിട്ട്, ഇനി എന്നും വിക്രവും വേദയും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അവരൊരിക്കലും അകലേണ്ടവരല്ല, അവരെന്നും അടുക്കേണ്ടവരാ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് അച്ചമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വേദയോടായിട്ട് അച്ചമ്മ പറയുന്നത്, ഈ വീടിൻ്റെ മച്ചിൻ പുറത്താണ് നിങ്ങൾക്കുള്ള മണിയറ ഞാൻ ഒരുക്കി വെച്ചേക്കുന്നത്. ഇന്ന് മോളും വിക്രമും അവിടെയാണ് കിടക്കാൻ പോകുന്നത്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നിങ്ങൾക്കുള്ള മണിയറ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ അങ്ങ് ചിരിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അച്ചമ്മ ഇതൊക്കെ? വിക്രമിന് ഒരു പക്ഷേ ഇതൊന്നും ഇഷ്ടാവില്ല എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇഷ്ടാവാതെയാണോ മോളുടെ കഴുത്തിൽ വിക്രം താലി കെട്ടിയത്? മോൾ ഏതായാലും ഈ പാലം കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറയുന്ന സമയത്തിന് എല്ലാവരും വേദയെ കൂട്ടിച്ച് വിക്രത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അതുവരെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം വേദ ഏതായാലും പാലം കൊണ്ടു തന്നെ ആ ഒരു സ്റ്റെപ്പും കയറിയിട്ട് മച്ചിൻ പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ആ ഒരു മണിയറെല്ലാം കാണുന്ന സമയത്തിന് വിക്രം ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും. വിക്രം ആകെ അങ്ങനെ ദേഷ്യപ്പെട്ട് തരിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പാലുമായിട്ട് വേദ മുറിയിലേക്ക് കയറി വരുന്നത്. ആ ഒരു കാഴ്ചയും കൂടെ കാണുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. വിക്രം ചോദിക്കുന്നത്, ഇതെന്തോന്നാ ഇതൊക്കെ? ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇത് കണ്ടോ, മുറി ആകെ അലങ്കോലമാക്കിയിരിക്കുന്നു എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വേദ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഇതെല്ലാം തന്നെ അച്ചമ്മ ഒരുക്കിയതാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അച്ചമ്മ ഇങ്ങനെ ഒരു മണിയാറ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ എന്ന് ചോദിക്കട്ടോ വേദ. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വരും. ദേ കണ്ടില്ലേ, നമുക്കുള്ള പാലുമായിട്ടാണ് അച്ചമ്മ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവേണ്ടി വരും. എനിക്കേതായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതും നിന്റെ കൂടെ ഇവിടെ ഒരുമിച്ച് കിടന്നുറങ്ങാനോ? എനിക്കേതായാലും നിന്റെ കൂടെ ഒരിക്കലും ഇവിടെ പറ്റില്ല എന്നിങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടെ പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, നമ്മുടെ മനോഹരമായ ജീവിതത്തിൻ്റെ സുന്ദരമായ ആദ്യാധ്യായം ഇവിടെ ആരംഭിക്കുകയല്ലേ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് വേദയെ തുറപ്പിച്ചു നോക്കുന്ന സമയത്തന്നെ വേദ പറയുന്നുണ്ട്, അതെ നമുക്കിനി ഏതായാലും അച്ചമ്മയെ അനുസരിക്കേ നിവൃത്തിയുള്ളൂ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഞാനും നീയും കൂടി ഒരുമിച്ചൊരു ജീവിതം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വേദ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സിനിമയിലും സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, പരസ്പരം കയ്യും പിടിച്ച് കണ്ണോട് കണ്ണ് നോക്കിയിരുന്നിട്ട് പരസ്പരം സ്നേഹിച്ചെന്നിങ്ങനെ പറയുന്ന സമയത്തന്നെ വിക്രം ദേഷ്യത്തോട് പറയുന്നുണ്ട്, മതി നിർത്ത്, എനിക്കിനി അങ്ങനെയൊന്നും കേൾക്കണ്ട. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദ അങ്ങ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശരിക്കും ഞാൻ പറയുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു കൂട്ടിയോ? അന്നേരം വിക്രം പറഞ്ഞിട്ട്, അങ്ങനെയൊന്നുമില്ല, തൽക്കാലം നീ ഏതായാലും തറയിൽ കിടന്നോ, ഞാനിതേ ഇവിടെ കട്ടിൽ കിടന്നോളാം. അല്ലാതെ ഇപ്പം ഇന്നത്തെ ഈ ഒരു രാത്രി എന്ത് ചെയ്യാനാന്നിങ്ങനെ പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, അയ്യടാ ഞാൻ തറയിൽ കിടക്കാനോ? അതെ, ഞാൻ അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കും. എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അച്ചമ്മ ഒരുക്കിയതാണ് ഈ മുറിക്ക്. അതുകൊണ്ട് ഞാൻ ഏതായാലും തറയിലൊന്നും കിടക്കില്ല. നിങ്ങൾ എന്നെ തറയിൽ കിടത്തിയാൽ പിന്നെ ഞാൻ ഈ കാര്യം അച്ചമ്മയോട് പോയി പറഞ്ഞു കൊടുക്കും. ഞാൻ ഏതായാലും ഇന്നത്തെ രാത്രി കട്ടിൽ തന്നെ കിടക്കുള്ളൂ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദയെ നോക്കുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ വേദയോട് സോപ്പിട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, വേദ ഇന്നത്തെ ഈ ഒരു വേഷത്തിൽ നിന്നെ കാണാനൊരു പ്രത്യേക ഭംഗി, അതുകൊണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും കാണാൻ രസമില്ല. ഞാൻ പറയുന്നത് കേട്ടിട്ട് മര്യാദക്ക് നിനക്ക് താഴെ കിടക്കുന്നതാ നല്ലത്.
തൽക്കാലം നീ ഏതായാലും താഴെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു വിക്രം ഇങ്ങനെ ആ ഒരു കട്ടിലിൻ്റെ സൈഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ വേദ പറഞ്ഞിട്ട് ഇല്ല ഞാൻ കിടക്കില്ല, എനിക്ക് കട്ടിൽ തന്നെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ സൈഡിലൂടെ വന്നിട്ട് വേദ ഏതായാലും കട്ടിലേക്ക് അങ്ങ് കയറി കിടക്കുകയാണ്. എന്നാൽ വേദ തൻ്റെ തൊട്ടടുത്ത് കട്ടിലിൽ ഇങ്ങനെ കയറി കിടക്കുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വേദ ഇങ്ങനെ നോക്കുന്ന സമയത്തായിരിക്കട്ടോ അവരുടെ കഥകിൽ ആരോ വന്നിങ്ങനെ തട്ടുന്നതായിട്ട് കേൾക്കുന്നത്. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം വേഗം ചെന്നിട്ട് കഥക് തുറന്ന് നോക്കുന്ന സമയത്തിന് അച്ഛമ്മയായിരിക്കട്ടോ വന്നേക്കുന്നത്. ആ സമയത്തിന് വേദ ഇങ്ങനെ കട്ടിലിരിക്കുകയായിരിക്കും. അച്ഛമ്മ വന്ന് ചോദിക്കുന്നത് ഞാൻ വന്നത് നിങ്ങൾക്കൊരു ശല്യയോ, വേദമോളെങ്ങാനും തറയിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. ഏതായാലും വേദമോൾ കട്ടിലിലാണ് കിടക്കുന്നത് എന്നറിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. വിക്രം നിന്നോടൊരു കാര്യം, വിക്രം നീ കഥ കടച്ചതിന് ശേഷം വേദമോളെ എങ്ങാനും തറയിൽ കിടത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ തറ അറിയാലോ നല്ല തണുപ്പാ, പിന്നെ നേരം വെളുത്ത മോൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. തറയിൽ കിടന്നാൽ പിന്നെ വേദമോൾക്ക് ദേഹവേദനയായിരിക്കും. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ വേദ നേരെ അച്ചമ്മയുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇല്ല അച്ചമ്മേ, ഞാൻ തറയിലൊന്നും കിടക്കില്ല. വിക്രം ഒരിക്കലും എന്നോട് തറയിൽ കിടക്കാനും പറഞ്ഞിട്ടില്ല. അല്ലേ വിക്രം എന്നിങ്ങനെ വേദ നാണത്തോടു കൂടി ചോദിക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് വേദയെ നോക്കുകയാണ്. എന്നാൽ ഇവർ സ്നേഹത്തിലാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അച്ചമ്മ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക്, ഞാനായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. നിങ്ങൾ ഏതായാലും ഒരുമിച്ച് കിടക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഈ ഡോറ് പുറത്തു നിന്ന് പൂട്ടുവാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല, ഉണരാനാവുന്ന സമയത്ത് ഞാൻ വന്നിട്ട് നിങ്ങളുടെ കഥക് തുറന്നോളാം. എനിക്ക് ഇവനെ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവൻ എവിടെ നിന്ന് ചാടി രക്ഷപ്പെടും. അച്ചമ്മ ഏതായാലും കഥകവും പൂട്ടിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വിക്രം ഭയങ്കര ദേഷ്യപ്പെട്ട് വേദയെ നോക്കാതിരിക്കും. വേദ നാണത്തോടു കൂടെ തന്നെ പാട്ടും പാടി നേരെ പോയിട്ട് ആ കട്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ തന്നെ എതിർത്തിട്ട് പോലും വേദ യാതൊരു കൂസലുമില്ലാതെ കട്ടിൽ തന്നെ കയറിയിരിക്കുന്ന സമയത്തിന് വിക്രമിന് മറ്റ് നിവൃത്തിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു രാത്രി താൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.